നോക്കി സുഹൃത്തുക്കളെ, ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിന്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെ നോക്കുമ്പോൾ ഈ മുഖത്തിന്റെ ഓരോ ഡീറ്റെയിലിങ്ങും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പുറകിലായിട്ട് നമുക്ക് കഥകളിയുടെ ഒരു മുഖം കാണാനുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ചിരട്ടയിൽ ഉണ്ടാക്കിയതാണോ? ഇത് പൂർണ്ണമായും ചിരട്ട തന്നെയാണ്. നമ്മൾ വേറെ ഒരു തടിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് 2 അടി പൊക്കാണ് ഇവിടുന്ന് മൊത്തം ഉള്ളത്. ഇത് പൂർണ്ണമായിട്ടും ചിരട്ട തന്നെയാണ്. ചെറിയ ചെറിയ പീസാക്കി ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറിയ പീസ് ഒട്ടിച്ച് എടുത്തതാണ്. അതാ ഈ വെള്ള കളറിൽ കാണുന്ന ചിരട്ട നമ്മൾ എന്താണ്? കരിക്കിന്റെ ചിരട്ടയാണ്. കരിക്കിന്റെ ഉൾഭാഗമാണ്. ഉള്ളിലെ ചിരട്ട എടുത്താണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് നമുക്കിങ്ങനെ എപ്പോഴും വൈറ്റ് കളറിൽ നിൽക്കൂ? അത് ഞാൻ ഒരുപാട് ചിരട്ട ഈ കരിക്കിന്റെ എടുത്തോണ്ട് വന്ന് അത് ക്ലീൻ ചെയ്ത് നോക്കി വെള്ളം നോക്കി അങ്ങനെ എടുത്ത് ചെയ്യുന്നതാണ്. ഇതൊരിക്കലും കളർ ഇനി പോകില്ല. ഇല്ല, നമുക്ക് ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. അത് കാരണമാണ് നമ്മൾ പെയിന്റ് അടി ഇല്ല. ഞാൻ ഇതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വെള്ളം തന്നെ വേണം എന്നുള്ളത്. അത് എങ്ങനെ ഇത് ഇത്രയും ഒരു ഇത് ചെയ്യാൻ പറ്റും? സന്തോഷമായിട്ട് ഇത് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സ്കൂളിൽ പോലും ഒന്നും ചെയ്ത് ഇല്ല. എങ്ങനെയൊക്കെയോ ഞാൻ എന്ത് ചെയ്താലും അതൊരു പൂർണ്ണതയിൽ ആക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു കഴിവെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. സന്തോഷേട്ടാ, നമ്മളിത് എപ്പോഴാണ് ഇങ്ങനെ ഒരു കല തുടങ്ങിയത്? എനിക്കൊരു 2 വർഷം ആകുന്നേ ഉള്ളൂ. കെട്ടിടമണിയായിരുന്നു. സിമെന്റിനെ പോലും ഞാൻ ഒരു വിഗ്രഹങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഈ ഇച്ചിരി ഇല്ലാത്ത ചിരട്ട കൊണ്ട് ഓരോ വിഗ്രഹങ്ങൾ ചെയ്തത്. നമ്മൾ ഉറങ്ങിക്കിടുന്ന കഴിവിന് ഒരു ദിവസം പെട്ടെന്ന് മനസ്സിലാക്കി. അറിഞ്ഞു. അത് വളരെ അപാരമായിട്ടുണ്ട്. നോക്കി സുഹൃത്തുക്കളെ, ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിന്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെ നോക്കുമ്പോൾ ഈ മുഖത്തിന്റെ ഓരോ ഡീറ്റെയിലിങ്ങും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ കാണുന്ന ഒരു ഇത്, അതിനെന്താണ് പറയുക? ഈ ചെവിയുടെ ഭാഗത്തായിട്ട് വെച്ചിട്ടുള്ളത് ഇതൊരു കമ്മൽ പോലെ ഒരു ഇതാണ്. പക്ഷെ ഇതും ഇങ്ങനെ ഒരു ഡിസൈൻ എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. ചിരട്ട കെട്ടി അങ്ങനെ ചുമ്മാ ഒന്ന് വെച്ച് നോക്കി ആ ഒരു എടുത്ത ഇതൊക്കെ അന്നേരം വരുന്ന ഒരു ഇതിൽ ചെയ്യുന്നതാണ്. നമ്മളൊന്ന് വരച്ച് വെച്ചിട്ടോ ഒന്നും ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ഇരിക്കുന്നത് ഒറിജിനൽ വയലിനാണോ അല്ല ചിരട്ടയുള്ള വയലിനാണോ? ഇത് ഞാൻ ചിരട്ട കൊണ്ട് പണിത വയലിനാണ്. പക്ഷെ ഈ കാണുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളെ ഇത് നോക്കി ആ ഒരു പുറകിലായിട്ട് ഇത് കാണുമ്പോൾ മാത്രമാണ് നമുക്കിത് ചിരട്ട കൊണ്ട് ചെയ്താന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അകലെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ വയലിൻ തന്നെ. ഇത് നമ്മൾ വായിക്കാനൊക്കെ പറ്റുമോ? വായിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ചമ്പക്കര രാജേഷ് സാറ് വയലിൻ്റെ ആളാണ്. വായിച്ചു. അത് സാറ് വായിച്ചു വീഡിയോ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ശ്രുതിസ്ഥാനങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എന്നായിരുന്നു മറുപടി അല്ലേ? അതെ. അതാണ് എന്ന് പറഞ്ഞാൽ നോക്കി സുഹൃത്തുക്കളെ, നമ്മളൊരു വയലിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ എല്ലാ കമ്പികളുടെയും മറ്റുള്ള കണക്കുകളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതെ. ഇതൊക്കെ എവിടുന്നാ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഈ വയലിൻ ചെയ്യുമ്പോൾ ഇത്ര കണക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ എവിടുന്നാ മനസ്സിലാക്കി? ഇതൊരു ഒറിജിനൽ വയലിൻ്റെ അളവെടുത്താണ് ഇത് ചെയ്തത്. ഇതിൻ്റെ പൊക്കവും വീതിയെല്ലാം. അപ്പോൾ ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. അത് ഒരളവെടുക്കാനായിട്ട് കിട്ടിയതാണ്. അന്നേരമാണ് ഇതിൻ്റെ സൈഡ് ഇവിടെ അല്ല ഇച്ചിരി മുഴപ്പുണ്ട്, ഈ പുറകിലും ഇച്ചിരി മുഴപ്പുണ്ട് എന്നെല്ലാം പറഞ്ഞ് കറക്റ്റായിട്ട് എടുത്ത്. പിന്നെ ഇതെന്ന് പറഞ്ഞാലും ഒരു 7 പീസായിട്ടാണ്. ഇതൊരു പീസാണ്. പിന്നെ ഇവിടുന്ന് ഒരു പീസ്, ഇതിങ്ങനെ ഒരു പീസ്, ഇത് രണ്ടും ഇങ്ങനെ ഒരു പീസ്, ഇവിടുന്ന് വേറെ ഒരു ജോയിൻ്റ്, ഇത് വേറെ, ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒട്ടിച്ച് എടുത്താക്കിയതാണ്. പക്ഷേ സന്തോഷേട്ടാ, നമുക്ക് ഇത് കാണുമ്പോൾ ഒരിക്കലും ഒരു ചിരട്ടയിൽ ചെയ്താന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ട് വയലിൻ. എനിക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും ഒരു കൗതുകത്തിന് നമ്മൾക്കൊരു ക്രൈസാണ്. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് വയലിനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒറിജിനൽ വയലിനാണ്. പിന്നെ സന്തോഷേട്ടൻ പറയുമ്പോഴാണത് നമ്മളുടെ ചിരട്ടയിൽ ചെയ്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കണ്ടതൊക്കെയാണ് നമ്മളെ സന്തോഷേട്ടൻ. അദ്ദേഹം ഇത് പഠിക്കാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ ആരും ഇതിനൊരു ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹം സ്വയം ഇരുന്ന് ഉണ്ടാക്കി തുടങ്ങി അല്ലേ? ഇന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ അധികം വിഗ്രഹങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കണമെങ്കിൽ സന്തോഷേട്ടൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, സന്തോഷേട്ടനെ പോലെ ഒരു വ്യക്തിയെ നമുക്കത് കണ്ടുമുട്ടാനും അദ്ദേഹം ഉണ്ടാക്കിയ പല കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.